KLT UK യാത്ര തുടങ്ങിയിട്ട് ഇത്രയും നാളായില്ലേ. നമ്മൾ ആദ്യമായിട്ട് ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കപ്പൽ കയറി പോകാൻ പോവാം. യെസ്, ഇന്ന് നമ്മൾ യൂറോപ്പിലെ ഗ്രീസിൽ നിന്നും ഇറ്റലിയിലേക്ക് 16 മണിക്കൂർ നീണ്ട ഒരു കപ്പൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പത്ര എന്ന് പറഞ്ഞ നഗരത്തിലാണ്. പത്ര ഗ്രീസിൻ്റെ ഇങ്ങ് താഴ്ഭാഗത്തായിട്ടുള്ളൊരു നഗരമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ ട്രെയിൻ വന്ന് ഇറങ്ങി. പക്ഷേ ഇവിടെ നിന്ന് പോർട്ടിലേക്ക് പോകാൻ 5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ടാക്സി ഒന്നും കാണുന്നില്ല, ബസ്സൊന്നും കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എങ്ങനെ പോകുമെന്ന് അറിയാതെ വണ്ടടിച്ച് വായി നോക്കി നിൽക്കുകയാണ്. എന്തായാലും ടെക്ട്രാലിറ്റി KLT UKയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കപ്പലിൽ കയറി, കപ്പൽ എന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു. പത്ര നഗരത്തിലെ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇവിടുത്തെ ഒരു സിറ്റി സെൻറ്റർ ഏരിയയാണ്. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴത്തേക്കിന് ഏതോ ഒരു ബസ് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുന്നിൽ എവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകും. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പോർട്ടിനടുത്ത് പോയി ഇറങ്ങാമെന്നൊക്കെ കണ്ടു. ഞാൻ പോയി നോക്കട്ടെ എൻ്റെ അവസ്ഥ എന്ന്. ഇത് പണി പാളെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടാക്സി പോലും കിട്ടാത്ത സ്ഥലമാണോ? Hey, you go to port? Port? Yes. Can we go? Yes. You have meter? No meter? No. Meter? Meter. How much? Todo suelo. ചേട്ടാ അങ്ങനെയൊന്നും പറയില്ലേ, കൊല്ലരുത് തന്നെ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അവിടെ സാധനങ്ങൾ ഇരിക്കുന്നു ചേട്ടൻ്റെ. I will sit here, no problem. What is your name? What's your name? What is your name? Name. I am Sujit. Wait a minute. Okay, no problem. Okay, it's okay. Say hi. പുള്ളി മീറ്റർ ഇട്ടിട്ടുണ്ട്. മീറ്റർ ഇട്ടിട്ട് സെക്കൻഡ് സൂചി മാറുന്ന പോലെയാണ് മീറ്റർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. 1.8 എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി, 1.9, 1.95 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി വന്നിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ പോർട്ട് ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, പോർട്ടിനകത്തേക്ക് കയറാൻ എക്സ്ട്രാ ഓടിയത് 2 കിലോമീറ്റർ. ഇവിടെ മൊത്തം ട്രക്കുകളാണ്. ഈ ട്രക്കുകൾ എന്ന് പറയുന്നത് മൊത്തം ഇവിടെ നിന്ന് മറ്റേ കപ്പലിൽ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി കിടക്കുന്ന ട്രക്കുകളാണ്. ട്രക്ക് പോവും, വാഹനങ്ങൾ പോവും, ആളുകൾ പോവും. അപ്പോൾ ഞാൻ പെഡസ്ട്രിയൻ ആയിട്ടാണ് പോകുന്നത്, വിത്തൗട്ട് വാഹനം. യെസ്. താങ്ക് യു മൈ ബ്രദർ, താങ്ക് യു. യെസ്, താങ്ക് യു. ബൈ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറ്റലിക്ക് പോകുന്ന ആ ഒരു എയർപോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. സെയിം പ്രോസസ്സും പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഷെങ്കൻ ടു ഷെങ്കൻ ആണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഇമിഗ്രേഷൻ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇമിഗ്രേഷനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫെറിയുടെ കമ്പനിയുടെ കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. ഈ കാണുന്ന ഇത്രയും കമ്പനികളുടെ ഫെറീസ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പല രാജ്യങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. ഇറ്റലിയുടെ തന്നെ പല സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ഫെറി പോകുന്നുണ്ട്. അനേക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമ്പനിയുടെ ഫെറിയിലാണ് ഞാൻ പോകുന്നത്. അനേക് ചെക്ക് ഇൻ, ടിക്കറ്റ്സ്, സ്നാക്ക് ബാർ, കയറി വരുമ്പോൾ സ്നാക്ക് ബാർ, പിന്നെ സൂപ്പർ മാർക്കറ്റ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. വാവ്, കൊള്ളാലോ. ഇത് എവിടെയാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്? ഐ എം ഗോയിങ് ടു ബാരി. ഓക്കെ. കപ്പലിൽ കയറി നല്ല റേറ്റ് ആയിരിക്കും. ഇവിടെ ചെറിയ പൈസയ്ക്ക് സ്നാക്സും സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വീഡിയോ ഹായ് ഹായ് യെസ് ബൈ. അപ്പോൾ ഇവിടെ ഒരു കമ്പനി ഇവിടെയാണ് നമ്മുടെ ഫെറി കമ്പനിയുടെ ഓഫീസ്. ഈ പത്രാസ് നിന്ന് ബാരിയിലേക്ക് ഡെയിലി കപ്പലുകളുണ്ട് ഇറ്റലിയിലേക്ക്. അപ്പോൾ നമ്മളവിടെ പോയി പാസ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും അവർ നമുക്ക് നമ്മുടെ ടിക്കറ്റ് തരും. ഇതാണ് നമ്മുടെ ടിക്കറ്റ്, കണ്ടല്ലേ, ഇറ്റലി ടു ഗ്രീസ് എന്നും പറഞ്ഞ സൂപ്പർ ഫാസ്റ്റ് ഫെറി എന്ന് പറഞ്ഞ ഒരു ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഞാൻ ക്യാബിൻ ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് എൻ്റെ ക്യാബിൻ 6006 എന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്യാബിൻ്റെ ചാവിയും തന്നിട്ടുണ്ട്. നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ ചാവി തരുന്ന പോലെ ക്യാബിൻ്റെ ചാവിയും തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് 240 €200 ആയി. അതും നമ്മുടെ യൂറോയിൽ പാസ് ഉള്ളതുകൊണ്ട് ഒരു 30% ഡിസ്കൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 1300 ആവും. ലാസ്റ്റ് ടൈം ബുക്ക് ചെയ്തുകൊണ്ടാണ്. നേരത്തെ ബുക്ക് ചെയ്യണ റേറ്റ് കുറവാണ്. 240 € എന്ന് പറയുമ്പോൾ ഏകദേശം 22,000 രൂപ വരും. 16 മണിക്കൂറത്തെ കപ്പൽ യാത്രയ്ക്ക് ഒരു ക്രൂസ് ഷിപ്പ് എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ നമുക്ക് നോർമൽ, അതായത് ഒരു റിസർവേഷൻ ഇല്ലാതെ വെറുതെ കപ്പലിനകത്ത് കയറിയിരിക്കാനാണെങ്കിൽ 75 € എന്ന് പറഞ്ഞാൽ ഒരു 7,000 രൂപ റേഞ്ച് വരും. അപ്പോൾ നമുക്ക് എവിടെ വേണേൽ ഇരിക്കാം. പിന്നെ റിസർവ്ഡ് സീറ്റിന് വേണമെങ്കിൽ 130 €. പിന്നെ 4 പേരുടെ കമ്പാർട്ട്മെൻറ്റ്, 4 പേരുടെ മുറി, 3 പേരുടെ മുറി, ഡോർമിട്രീസ്, അങ്ങനെ പല ടൈപ്പ് കാറ്റഗറീസ് ഉണ്ട്. ഞാൻ ഒരാൾക്കുള്ളൊരു പ്രൈവറ്റ് റൂമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് ആയത്. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്പോർട്ട് കൺട്രോൾ ഉണ്ടെന്ന് അവർ പറഞ്ഞു. കസ്റ്റംസും പാസ്പോർട്ടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്പോർട്ട് കൺട്രോൾ കഴിഞ്ഞ് എംബാർക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തെന്ന് അവർ പറഞ്ഞു. ഇവിടെ മദ്യമൊന്നുമില്ല.
ആകെയുള്ളത് ബിയറാണ്. അത് പുറത്തെ കടകളിലും ഡ്യൂട്ടി ഫ്രീയിലും എല്ലാം ബിയർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലിൽ മദ്യം കിട്ടുമല്ലോ. അപ്പോൾ നമ്മളവിടെ നിന്ന് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അകത്തുനിന്ന് ആൾക്കാർ വാങ്ങില്ലല്ലോ, അതായിരിക്കും സംഭവം. ഇതെങ്ങനെയാണ് അങ്ങോട്ടാണ് പോകുന്നത്? ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്ത് വരുമ്പോൾ ഇവിടെ ഒരു ബസ്സുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ കയറി ആ ഫെറിയിലേക്ക് പോവാം. ഇത് ഞാൻ മാത്രമേ ഉള്ളൂ പെഡസ്ട്രിയൻ പാസഞ്ചർ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കാരണം കുറച്ച് കഥയുണ്ടായിരുന്നു, ഞാൻ പറയാം. ഞാൻ നടന്നു പോകാൻ തീരുമാനിച്ചു. ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫെറിയുടെ അടുത്തേക്ക്. അതുകൊണ്ട് അവിടെയാണ് കിടക്കുന്ന ഫെറി. അത് ബേസിക്കലി ഒരു ഇമിഗ്രേഷൻ ആയിരുന്നില്ല, ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആണ്. പക്ഷെ അവിടെ ഉള്ള ഓഫീസർ എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് കുറേ നേരം പുള്ളി തിരിച്ചു മറിച്ച് നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ഇതിൻ്റെ പാസ്പോർട്ടിൽ ഷെങ്കൻ്റെ കുറേ സ്റ്റാമ്പുകൾ കാണാമല്ലോ. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യുമായിരുന്നു എത്ര ദിവസമാണ് നീ ഇവിടെ നിന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഓക്കെ കൗണ്ട് ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ സെർബിയ അങ്ങോട്ടും ഇങ്ങോട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇഷ്ടംപോലെ കയറി ഇറങ്ങിയതുകൊണ്ട് കുറേ സ്റ്റാമ്പ് ഉള്ളതുകൊണ്ട്. കാരണം എൻ്റെ വിസ വാലിഡിറ്റി പ്രകാരം ഞാൻ ഷെങ്കൻ ഏരിയയിൽ 90 ദിവസത്തേക്കുള്ളിൽ നിൽക്കാൻ പാടില്ല. 90 ദിവസത്തേക്കുള്ളിൽ നിന്ന ഓവർസ്റ്റേ ആണ്. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതവർ നോക്കുകയായിരുന്നു. ചില ആൾക്കാർ കുത്തിയിരുന്ന് കൗണ്ട് ചെയ്യും. ഇതാണ് നമ്മൾ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ഫെറി എന്ന് പറയുന്നത്. സൂപ്പർ ഫാസ്റ്റ് ഫെറിയിലാണ് ഞാൻ പോകുന്നത്. ഹലോ, താങ്ക് യു. ദിസ് വേ ഓക്കെ. അപ്പോൾ അങ്ങനെ ആ കപ്പലിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള കപ്പലിൽ നമ്മൾ മോട്ടോർ ഹോമും കൊണ്ട് UK പലതവണ നമ്മൾ കറങ്ങിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്തോരം ലോറികളാണെന്നറിയാം. ഇത് വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലത്തെ ഗ്രൗണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് ഇതിനകത്തൊരു 100-ലധികം ഇത്തരത്തിലുള്ള വലിയ ട്രക്കുകൾ കയറി കിടക്കും. അത്തരത്തിലൊരു സ്കിഡിലെ സാധനം അതിനൊക്കെയാണ് നമ്മൾ കയറുന്നത്. ഹായ്, വേർ ഈസ് ദിസ്? ഓക്കെ, താങ്ക് യു. കയറി വരുമ്പോൾ തന്നെ എസ്കലേറ്ററിൽ മേളിൽ പോകുമ്പോൾ റിസപ്ഷൻ ഉണ്ട്. അവിടെ പോയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. 6006 എൻ്റെ റൂം. നമുക്ക് റൂമിൽ കൊണ്ടുപോയി നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കി കപ്പൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങാം. നമ്മൾ ക്രൂയിസ് ഷിപ്പിൻ്റെ ഒരു ചാമൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം വേണ്ട എല്ലാ സെറ്റപ്പുകളും ഉണ്ടാവും. ഇതിനകത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, പിന്നെ വിനോദോപാധികളും പരിപാടികളൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ കപ്പലിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മൾ കപ്പലിലേക്ക് കയറിയത്. നമുക്ക് കയറുന്ന കപ്പലിൻ്റെ ഫ്രണ്ടിലായിരിക്കും റിസപ്ഷനും പരിപാടികളൊക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ വെറുതെ സിംഗിൾ ക്യാബിൻ എടുക്കേണ്ടിയിരുന്നില്ല എന്ന്. കാരണം ആരും കാണുന്നില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. മറ്റേ 4 ബെഡ് ഷെയറിങ് ക്യാബിൻ എടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു റൂം ചിലപ്പോൾ കിട്ടിയേനെ. ഞാൻ ഇത്രയും പൈസ കൊടുത്ത് സിംഗിൾ ക്യാബിൻ എടുക്കേണ്ടായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതെന്തായിരിക്കും അങ്ങനെ? ചിലപ്പോൾ ആൾക്കാരൊക്കെ കയറി കാണാം. ഞാൻ ലേറ്റായിട്ടായിരിക്കും വന്നത്. ആൾക്കാർ നേരത്തെ വന്ന് കപ്പലിൽ കയറി ഇരിപ്പുണ്ടാവാം, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഹായ്, റിസപ്ഷൻ ഓക്കെ, താങ്ക് യു. ഇവിടെ ഇതിങ്ങനെ പല ഡെക്കിലിങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. താഴെ നമ്മൾ കണ്ട ഒരു ഡെക്കല്ലേ, അത്തരത്തിലുള്ള പല ഡെക്കുണ്ടാവും വാഹനങ്ങൾ വരുന്നത്. അങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് വാഹനത്തിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഇവിടെ കപ്പലിൽ ഇങ്ങനെ പുറത്ത് വന്ന്, അത് ഡ്രൈവറാണല്ലോ ആരാണല്ലോ, എല്ലാവരും കപ്പലിൽ ഇങ്ങനെ പുറത്ത് വന്നിരിക്കണം. ഇവിടെ കപ്പലിൽ ഇവിടെ ഷവർ ഏരിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. വേർ ഈസ് എ റിസപ്ഷൻ എവിടെ? വാവ്, ഇതിപ്പോൾ ഔട്ടർ ഡെക്കിലെങ്ങാണ്ട് വന്നല്ലോ റിസപ്ഷൻ ഇങ്ങോട്ട്. ഇത് കൊള്ളാലോ, ഇത് വിളിച്ച് നോക്കി. നമുക്ക് പിന്നെ വരാം. നമുക്ക് ആദ്യം ബാഗ് കൊണ്ട് റൂമിൽ വെച്ചിട്ട് വരാം. വാവ്, ഇത് അടിപൊളിയാണല്ലോ. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, റിസപ്ഷൻ ലോഞ്ചാണത്, ഭക്ഷണം കഴിക്കുന്നത്. ഹായ്, ഹൗ ആർ യു? സോ വേർ ക്യാൻ ഐ ഫൈൻഡ് ദിസ് റൂം? Please follow. Thank you. Oh, that's a restaurant. Okay. Cabin. Oh, that's my cabin. Thank you. Very nice to meet you. Yeah, thank you so much. അപ്പോൾ ഇതാണ് എൻ്റെ മുറി. ഞാനിങ്ങനെ വൈഡ് ആംഗിൾ ലെൻസ് ഇട്ട് കാണിക്കാം, എന്നാലേ കറക്റ്റായിട്ട് കാണിക്കുള്ളൂ. കാരണം ചെറിയ മുറിയാണ്, കുഞ്ഞു മുറിയാണ്. നോക്കിയേ, ഇവിടെ വലിയൊരു ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഫോണുണ്ട്. പിന്നെ ഒരു മാഗസിൻ ഉണ്ട്. ശരിക്കും ഇത് സിംഗിൾ ഒക്യുപ്പൻസി ആണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് കിടക്കാവുന്ന ഒരു മുറിയാണ്. ഈ മുറിയിൽ നമുക്കിവിടെ ബാത്റൂമുണ്ട്. നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ചൂടുവെള്ളം കിട്ടും. ടവൽസ് വെച്ചിട്ടുണ്ട്, 2 ടവൽ വെച്ചിട്ടുണ്ട്. പിന്നെ സോപ്പ്, ഷാമ്പു അങ്ങനത്തെ സാധനങ്ങളാണ് അവിടെ. ഷാമ്പു ഇരിപ്പുണ്ട്. വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ സംഭവം കൊള്ളാം, അടിപൊളിയാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിതൊന്നും ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ നാളെ രാവിലെ ശരിക്കും ഇറ്റലിയിൽ എത്തിയിട്ട് നേരെ കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങി നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ശരിക്കും ഒരു ദിവസത്തെ ഹോട്ടൽ റെന്റ് ലാഭം, പിന്നെ പല സംഭവങ്ങളും ലാഭം ഇല്ലേ. അതെന്തായാലും കൊള്ളാം. നമ്മളൊരു ദിവസം ലാഭിച്ച് കിട്ടി ശരിക്കും ഈ ഒരു സംഭവത്തിൽ. അതെന്തായാലും പൊളിച്ച്. സോ ദിസ് ഈസ് അവർ റൂം. പിന്നെ എന്ത് ശബ്ദമൊക്കെ കേൾക്കുന്നത്?
എന്തായിരിക്കും ശബ്ദം കേൾക്കുന്നത്? എന്ത് സംഭവം? ഇതെന്താ ഇത്? വാട്ട് ഇസ് ദിസ്? ഇത് നമുക്കൊരു അലമാരയുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ ഇടാനുള്ള ഒരു അലമാരി. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പലിൻ്റെ ഫ്രണ്ട്, പൊളിച്ച് ഫ്രണ്ടിലുള്ള മുറിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കിങ്ങനെ കപ്പലിങ്ങനെ ഫ്രണ്ടിൽ പോകുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക മുറിക്കകത്ത്. ശരിക്കും ബാൽക്കണികളുണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. ക്രൂസ് ഷിപ്പ് അല്ലല്ലോ ഇതല്ലേ. ബാൽക്കണി വരാനായിട്ട് കപ്പലിൻ്റെ ഫ്രണ്ടിലെ കൊടിയാണ് നമുക്ക് അവിടെ കാണുന്നത്. ഒരു സൂപ്പർ ഫാസ്റ്റ് ഫെറിയുടെ കൊടി നമുക്ക് അവിടെ കാണാം. ഇത് നമ്മൾ പോർട്ടിൽ വണ്ടികളൊക്കെ ഇപ്പോഴും വരാനായിട്ട് റെഡിയായി നിൽക്കുന്നു, കയറാനായിട്ട് റെഡിയായി നിൽക്കുന്നു. സോ ദിസ് ഈസ് അവർ റൂം ഫോർ ടുനൈറ്റ്. നെക്സ്റ്റ് 16 hours ഗൈസ്. നെക്സ്റ്റ് 16 മണിക്കൂർ നമ്മൾ ഈ മുറിക്കകത്താണ്. ശരിക്കും യൂഷ്വലി ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ബഡ്ജറ്റായിട്ട് നിങ്ങൾക്ക് ഈ ഫെറി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു 70 euro കൊടുക്കുക, ഫെറി എടുക്കുക, എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച സ്ഥലങ്ങളില്ലേ അവിടെ ഇരിക്കുക. പിന്നെ അവിടെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ നമുക്ക് ഇരിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങളൊരു 3-4 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റൂം എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ലാഭമാണ് നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ശരിക്കും കംഫർട്ടബിൾ ആണ്, ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് തന്നെ ഞാൻ രണ്ട് പേരുടെ റേറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റ് റൂം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 പേരാണെങ്കിൽ എനിക്ക് ഇതിന് 10 പൈസ ആവുള്ളൂ. പരിപാടി സൂപ്പർ അല്ലേ? ഡൽഹി പൊളിച്ചു. ലെറ്റ്സ് എക്സ്പ്ലോർ ദ ഷിപ്പ്. കപ്പലിൻ്റെ മുറി ഗൈസ്, കപ്പലിൻ്റെ മുറി. ഞാനിവിടെ എൻ്റെ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് നിരത്തി. എൻ്റെ ഫോണും ഐപാഡൊക്കെ ചാർജ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിനകത്ത് വൈഫൈ കിട്ടണമെന്നുണ്ടെങ്കിൽ പൈസ വേറെ കൊടുക്കണം. $12 എക്സ്ട്രാ കൊടുത്തു അൺലിമിറ്റഡ് വൈഫൈക്ക്. അത് ഒരു ഡിവൈസിന് $12. പിന്നെ മൾട്ടിപ്പിൾ ഡിവൈസ് വേണമെങ്കിൽ സ്ട്രീമിങ് കിട്ടൂല. ഇതിൽ സ്ട്രീമിങ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടായാൽ മതിയായിരുന്നു, എങ്ങനെയാണെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് ഓവർ പ്രൈസ്ഡാണ്. നമുക്കൊരു ക്രൂസ് ഷിപ്പിൽ ഒരു 3-4 ദിവസം യാത്രയാണെങ്കിൽ ഒരു 30,000-40,000 റുപ്പീസിന് നമുക്ക് ഫുഡ് അടക്കം നമുക്ക് കിട്ടും. ഇത് ഫുഡ് പോലും ഇൻക്ലൂഡഡ് അല്ലെന്നേ. ഫുഡ് വരെ വെക്കറ എക്സ്ട്രാ പൈസ കൊടുക്കണം. അത് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിനൊക്കെ ഓരോന്നിനും പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഇച്ചിരി അല്ല, നല്ല ഓവർ പ്രൈസ്ഡാണ്. ഭയങ്കര റേറ്റ്. ഞാൻ പിന്നെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ബേസിക്കലി ഞാനിത് എടുത്തത്. ഇതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഇതിങ്ങനെ പല റൂമുകളുണ്ട്, കണ്ടില്ലേ? പല റൂമുകളുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് പല റൂമുകൾ അപ്പുറത്തൊക്കെ ആളുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ നേരത്തെ വന്ന് കയറി ഇരിക്കുവായിരുന്നു തോന്നുന്നു ഇതിനകത്ത്. അതെനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്കിനിയിപ്പോൾ പുറത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. ഈ കപ്പലിനകത്തൊരു ലിഫ്റ്റ് പോലും ഇല്ല. ആകെ ഉള്ളത് താഴെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ആ ഒരു എസ്കലേറ്ററാണ്. ഇതെന്താ ക്യാബിൻസ്. നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിലെ ക്യാബിൻസിലാണ് നമ്മളുള്ളത്. പിന്നെ താഴെ റെസ്റ്റോറൻറ്റ്, ബാറ്, സ്ലോട്ട് ആൻഡ് വീഡിയോ ഗെയിംസ്, ടോയ്ലറ്റ്സ്, ബസാർ, ചിക്ക്, ഗ്യാരേജസ്. ശരിക്കും ഒരു പഴയ കപ്പലാണ്. ഇങ്ങനെ കാർഗോ ഷിപ്പല്ലേ ബേസിക്കലി. ഇത് കാർഗോ മൂവ്മെൻറ്റ്സിന് വേണ്ടിയുള്ള വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഷിപ്പാണ്. അതിനപ്പുറത്തേക്കൊന്നും അല്ല. ഇതിലാണ് പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും വാവ്. എന്തായാലും ഇന്നലെയൊക്കെ മഴയായിരുന്നു. ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. മഴയൊക്കെ ആണെങ്കിൽ ആടി ഒലഞ്ഞായിരിക്കും പോകുന്നത്. ഇവിടെ മറ്റേ സ്മോക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട് ഇവിടെ പുറത്ത്. ഇവിടെയൊക്കെ നമുക്കിങ്ങനെ വന്ന് വെറുതെ ഇരിക്കാം. സീറ്റ് വലിക്കുന്ന സ്ഥലം ഇതൊക്കെ. സീറ്റ് വലിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വന്നിരിക്കാം. അപ്പുറത്ത് മറ്റൊരു ഫെറിയും കൂടെ വന്നിട്ടുണ്ട് അവിടെ. അത് ഈ പറഞ്ഞ പോലെ ഇതേ റൂട്ടിൽ പോകുന്ന ഫെറിയാണെന്ന് തോന്നുന്നു. ഇതെല്ലാം സെയിം. ഭയങ്കര വലിപ്പമാണ് ഇതൊക്കെ. നമ്മൾ കാണുന്ന പോലൊന്നും അല്ല. ഇത് കണ്ടില്ലേ ആ ലോറിയുടെ വലിപ്പം, ഈ കപ്പലിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയേ. ഇതിനകത്ത് എയർ സീറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു കാറ്റഗറി ഉണ്ട്. ഇത് ആക്ച്വലി റിസപ്ഷൻ ഏരിയ ആണ്. ഇവിടെ നമുക്ക് കിടന്നുറങ്ങാനൊന്നും ഇവർ സമ്മതിക്കത്തില്ല. ഈ എയർ സീറ്റ്സ് എന്ന് പറയുന്നത് വിമാനത്തിലെ പോലത്തെ സീറ്റുള്ള കുറച്ചേ ഉള്ളൂ, 10 ഉള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യണം. അതിന് വേറെ എക്സ്ട്രാ 30-30 യൂറോ 40 യൂറോ കണ്ട് കൊടുക്കണം. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഓവർനൈറ്റ് ഇരിക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ATM ഉണ്ട്. നമുക്ക് യൂറോയിലും പല കറൻസിയിലൊക്കെ പൈസ കിട്ടുന്ന ATM മെഷീനുകളുണ്ട്. പിന്നെ വേറെ എന്താണ്, നമുക്കൊന്ന് കറങ്ങി മൊത്തത്തിലൊന്ന് നോക്കാം. ഇത് കഫേയാണിത്, ഫ്ലോ കഫേ എസ്പ്രസോ റൂം എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഡ്യൂട്ടി ഫ്രീ ഒക്കെ തുറക്കും, മറ്റേത് കഴിയുമ്പോഴേ തുറക്കുള്ളൂ. ഇത് ഇവിടെ നിന്ന് വിട്ട് കഴിയുമ്പോഴേ തുറക്കുള്ളൂ. ഇപ്പം ഞാൻ ഈ പാസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് 30% ഡിസ്കൗണ്ട് എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇൻ്റർ റെയിൽ പാസ്, EU റെയിൽ പാസ്, ഈ സാധനങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഫെറി ടിക്കറ്റിൽ നമുക്ക് 30% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അത് നമുക്ക് ഏത് പാസ് ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടും. ഇതൊക്കെ ഇവിടുത്തെ മറ്റേ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. ബാറും സംഭവങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി ബാറൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. അവിടെ ഇരുന്ന് അടിക്കാം, കാശ് കൊടുക്കാം, കഴിക്കാം. എല്ലാം പെയ്ഡ് അപ്പ് ഓൺ പേയ്മെൻ്റ് ആണ്.
പിന്നെ ഇവിടെ ഡ്രൈവേഴ്സ് ലോഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈവേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു വിശ്രമ സ്ഥലമുണ്ട് ഇവിടെ. അത് താഴെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഡ്രൈവേഴ്സ് വന്ന് ഇരിക്കണമല്ലോ, അവർക്ക് വേണ്ടിയുള്ള പരിപാടിയാണത്. പിന്നെ ഇത് റെസ്റ്റോറൻ്റാണ്, മെഡിറ്ററേനിയൻ കുസീൻ. അതായത് നമ്മൾ മെഡിറ്ററേനിയൻ കടലിലൂടെയാണ് ഇപ്പോൾ സെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ കുസീൻ കഴിച്ചിട്ട് മെഡിറ്ററേനിയൻ കടലിലൂടെ നമുക്ക് സെയിൽ ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഓണാവുമായിരിക്കും സംഭവം. റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ രാത്രി ആകുമ്പോഴായിരിക്കും റെസ്റ്റോറൻറ്റൊക്കെ ഓണാവുക. പിന്നെ ഇതിനകത്തൊന്നും ആരും ഇല്ല. സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ ശരിക്കും പെട്ടു. അതാണ് എനിക്ക് മനസ്സിലായത്. ഇത് പുറത്ത് എന്താ പറയുക, ക്യാമ്പിങ് ഓൺ ബോർഡ്. അതെന്താ സംഭവം? ക്യാമ്പിങ് ഓൺ ബോർഡ് താഴെ പോയി നോക്കാം. താഴെ എന്താവും നോക്കിയിട്ട് വെക്കാം. താഴെ ഒന്നുമില്ല. ഞാൻ ശരിക്കും 4 പേരുടെ മുറിയോ 2 പേരുടെ മുറിയോ അല്ല ഷെയറിങ് മുറിയോ എല്ലാം എടുത്താൽ മതിയായിരുന്നു. സാധാരണ ഇങ്ങനെയല്ല. ഇത് ക്രൂസിൽ ഈ വണ്ടികളെല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് മൊത്തം ഡ്രൈവേഴ്സ് ആയിരിക്കും വന്നിരിക്കുന്നത്, ബാക്കിയുള്ളവരാരും ഉണ്ടാവില്ല. അങ്ങനെ ഞാനിവിടെ അകത്ത് വന്ന് ഇരുന്ന് ഞാനൊരു ഗ്ലാസ് വിസ്കി വാങ്ങിച്ച് 8 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 700 രൂപ. കൊല്ലുന്ന റേറ്റ് എല്ലാത്തിനും. ഒരു കുപ്പി വെള്ളത്തിന് എത്രയായിരുന്നു? 3.5 യൂറോ. ഇടിഞ്ഞ റേറ്റാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു സ്പിനാച്ച് പൈ ഒരെണ്ണം വാങ്ങിച്ച്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് രണ്ടും കൂടെ 12 യൂറോ ആയി. ഇതിലേ ആൾക്കാരുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നതേ ഉള്ളൂ എല്ലാവരും. മനസ്സിലായോ? ഇവിടെ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട് ആൾക്കാർ. മിക്കവാറും കുറച്ച് കഴിയുമ്പോഴത്തേക്കും രാത്രി ആകുമ്പോഴത്തേക്കും ഇതിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു പണി കിട്ടി. ഞാൻ ഈ സാധനം വാങ്ങിച്ചില്ലേ, മറ്റേ സ്പിനാച്ച് റോളെന്ന് പറഞ്ഞ സാധനം. അത് ഞാൻ വാങ്ങിച്ച് അത് ഞാൻ കഴിച്ച് തുടങ്ങി. ഒരു 2-3 ബൈറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ടേസ്റ്റ് വ്യത്യാസം. ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് അത് മീറ്റുണ്ട്. ഞാൻ അപ്പോൾ അവിടെ പോയി ചോദിച്ചു. അന്നേരം അതിനകത്ത് പോർക്കുണ്ടെന്ന്. അത് പോർക്കും സ്പിനാച്ചും കൂടി ഇട്ട ഒരു സാധനമായിരുന്നു അത്. എനിക്ക് കഴിച്ചപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് ഞാൻ പോർക്ക് കഴിക്കാറില്ല. ഞാൻ പോർക്കും ലാമ്പ് കഴിക്കാറില്ല. പോർക്ക് മാത്രമല്ല, ഞാൻ പോർക്കും ലാമ്പ് കഴിക്കാറില്ല. എനിക്ക് ബേസിക്കലി പറ്റില്ല. എനിക്ക് ലാമ്പിൻ്റെ മണം എനിക്കിഷ്ടമല്ല. പോർക്ക് എന്ന് പറയുന്നത് ലൈക്ക് വേറെ റീസൺസ് ഒന്നുമല്ല. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് പോർക്ക് കഴിക്കാത്തതെന്ന്. കമോൺ മാൻ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പോർക്ക് കഴിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ലൈക്ക് ഐ കൺസിഡർ പിഗ് ആസ് എ ഡേർട്ടി ആനിമൽ. എനിക്ക് പന്നിയെ കഴിക്കാൻ തോന്നുന്നില്ല. എൻ്റെ ഇഷ്ടം. ഞാൻ ആകെ കഴിക്കുന്ന മീൻ ചിക്കനും ബീഫും. വേറെ ഞാൻ കഴിക്കാറില്ല. ഫിഷും കഴിക്കും. അപ്പോൾ ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഈറ്റിംഗ്. ആ കാശ് ഗുദാഹുവ. അപ്പോൾ കപ്പൽ വിടാറായി. വിട്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പുറത്തേക്കൊന്ന് നോക്കിയിട്ട് പോയി കറങ്ങിയിട്ട് വരാം. എല്ലാം എടുത്തല്ലോ അല്ലേ? യെസ്. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങി. ഇവിടെ എല്ലാവരും വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ പല വഴിക്ക് പല ആൾക്കാരിങ്ങനെ പല രീതിയിലിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ഔട്ട്. അതിനിടയ്ക്ക് ഇവിടുത്തെ മറ്റേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തുറന്നിട്ടുണ്ട്. ട്രാവൽ ഷോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്. അത് ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്ത് മദ്യമുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു പെഗിന് കൊടുത്ത പൈസ ശരിക്കും 3 പെഗിൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫുൾ ബോട്ടിൽ വിസ്കി, 1 ലിറ്ററിൻ്റെ വിസ്കി കിട്ടിയാൽ. അങ്ങനെ നമ്മുടെ ഫെറി നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിരുന്ന് സീറ്റ് പിടിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇത് മറ്റേ ഇതല്ലേ, വീഡിയോ ഗെയിമിൻ്റെ റൂമല്ലേ? ഓക്കെ. ഇതിനകത്ത് വീഡിയോ ഗെയിമിൻ്റെ എന്തോ റൂമുണ്ട്. അത് ക്ലോസ്ഡ് ആണ്. കുറച്ച് കഴിയുമ്പോൾ തുറക്കുമായിരിക്കും. അത് പേയ്മെൻറ്റ് കൊടുക്കണം. അത് കാസിനോ ആണോ? അങ്ങനത്തെ എന്തോ സെറ്റപ്പ് ആയിട്ട് തോന്നുന്നു. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് സീ. മോനെ കാറ്റ്, എൻ്റെ മോനെ കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. കപ്പൽ വിട്ടിരിക്കുകയാണ്. വാവ്. അപ്പോൾ ഗുഡ് ബൈ ഗ്രീസിനോട് വിട പറഞ്ഞ് നമ്മൾ ഇറ്റലിയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഇതിൻ്റെ മേളിൽ കയറി നോക്കാം. മേളിൽ വല്ല ഓട്ടോ കയറാൻ പറ്റുമോ നോക്കിയിട്ട് വരട്ടെ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, സെറ്റപ്പാണോ, സംഭവം അടിപൊളിയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും സേഫസ്റ്റ് സ്ഥലം. അതായത് കാറ്റൊന്നും അടിക്കാതെ സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സേഫ് സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. കാരണം കപ്പലിൻ്റെ ബാക്ക് സൈഡ് അല്ലേ, ഇവിടെ കാറ്റൊന്നും അടിക്കത്തില്ലല്ലോ. ഇതിനകത്ത് വണ്ടികളും കുറവാണ്. ഇവർക്ക് എങ്ങനെ മുതലാവുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ലോറികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. അതിന് ഇടയ്ക്ക് കുറച്ച് കാറുകൾ വിട്ടിട്ടുണ്ട്. ഇങ്ങനെ കപ്പലിങ്ങനെ പുകയൊക്കെ തുപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും വലിയ ട്രക്ക് എത്ര എണ്ണം ഇട്ടിരിക്കുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 14, 15 ട്രക്കാണ് ഈ 3-4 വഴിയിലായിട്ട് ഇട്ടിരിക്കുന്നത്. 15 ട്രക്ക്. അതിനിടയ്ക്ക് ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ വണ്ടി അതിനിടയ്ക്ക് കിടപ്പുണ്ട്. അങ്ങനത്തെ കുറച്ച് കാറുകൾ അവിടെ കിടപ്പുണ്ട്. പിന്നെ ബാക്കി ഇതിൻ്റെ അടിയിലുണ്ടാവും ബാക്കി വണ്ടികളും മറ്റുമൊക്കെ. ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ആലോചിക്കുമായിരുന്നേ, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു കപ്പലിൽ കയറിയിട്ട് ഈ കപ്പലിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോവാം. ഇവിടെ നിന്ന്, അതായത് ഇവിടെ നിന്ന് രാത്രിയിൽ വൈകിട്ട് 5:30 കയറി കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് അവിടെ എത്തി. ഇന്ന് രാത്രി കയറി വണ്ടീനകത്ത് പാർക്ക് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. ഈ ട്രക്കാർക്കൊക്കെ എന്ത് സുഖമാണ്. ഇവിടെ നിന്ന്
ഇറ്റലിയിലേക്ക് ട്രക്ക് ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ വരുന്നത് ഞാൻ നോക്കട്ടെ. ഗൂഗിൾ മാപ്പ് അങ്ങനെ ഒരു വഴിയേ കാണിക്കുന്നില്ല, അതായത് ഫെറി എടുത്ത് പോകാനാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഫെറി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവർ ഗ്രീസിൽ നിന്ന് ഇറ്റലിക്ക് ഒരു ട്രക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് അൽബേനിയ, മോണ്ടിനീഗ്രോ, ബോസ്നിയ, ക്രൊയേഷ്യ, സ്ലൊവേനിയ, അവിടെ നിന്ന് ഇറ്റലിയിലെ മിലാനിൽ കയറിയിട്ട് കറങ്ങി തിരിഞ്ഞിങ്ങനെ വരണം. എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ. ഇതുപോലുള്ള ഫെറികൾ ഇത് യൂറോപ്പിലൊക്കെ ഭയങ്കര കോമൺ ആണ്. ശരിക്കും ആലോചിച്ച് നമുക്ക് ഇതേപോലെ ശ്രീലങ്കയിലേക്കൊക്കെ ഫെറി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പം നമുക്ക് ഇടയ്ക്ക് ഈയിടെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു, നമുക്ക് പാസഞ്ചർ ഫെറി കണ്ടായിരുന്നു ഞാൻ ശ്രീലങ്കയിലേക്ക്. പക്ഷേ എത്ര ആൾ ഓടും നമുക്കൊരു ഐഡിയ പറയാനില്ല. നമുക്ക് ട്രേഡിങ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുപോകാനും വണ്ടി കൊണ്ടുപോകാനൊക്കെ എത്ര അടിപൊളിയായിരിക്കും ശ്രീലങ്കയിലേക്ക്. നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഇതേപോലെ ഫെറികൾ കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ അതിനകത്ത് ഈ കസ്റ്റംസ് ആൻഡ് അതേപോലെ തന്നെ ബാക്കിയുള്ള റെഗുലേഷൻസ് ഒക്കെ ഈസി ആക്കി കഴിഞ്ഞാൽ പരിപാടികൾ നടക്കും. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഗ്രീസിൻ്റെ ആ ഒരു പത്ര എന്ന് പറയുന്ന ആ ഒരു പോർട്ട് സിറ്റിയോട് വിട പറഞ്ഞ് നമ്മുടെ കപ്പൽ ഇങ്ങനെ ഇറ്റലിയെ ലക്ഷ്യമാക്കി മെഡിറ്ററേനിയൻ കടലിലൂടെ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വേഗത്തിലായിരിക്കും പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ 5:30 ഇവിടെ നിന്ന് വിടുന്ന വണ്ടി രാവിലെ 5:30, 6:00, 7:00, 8:00, 9:00 എന്ന് പറയുമ്പോൾ 16 മണിക്കൂറും കൊണ്ട് 15 മണിക്കൂറും കൊണ്ട് അത്യാവശ്യം ദൂരം കവർ ചെയ്ത് എത്തത്തില്ലേ. ഇതുപോലത്തെ ഒരു കപ്പൽ ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം മുറുക്കി തുപ്പിയിടുന്ന പാടുണ്ടായേനെ അല്ലേ, മറ്റേ മുറുക്കാൻ തുപ്പിയിടുന്ന പാടുണ്ടായേനെ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നെങ്കിൽ. അയ്യോ അത് പറയണ്ട. എന്തായാലും നമുക്കിനി ഈ കപ്പലിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാം. പിന്നെ ഭയങ്കര കാറ്റാണ്, അതാണ് പ്രശ്നം. ഫ്രണ്ടിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാലേ പോവാം, പക്ഷേ ഭയങ്കര കാറ്റാണ്. അതാണ് ഓരോരുത്തർ പ്രശ്നം എന്ന് പറയുന്നത്. നോക്കാം, ഈ പെറ്റ്സിനെ കൊണ്ടൊക്കെ നമുക്ക് കപ്പലിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇത് മറ്റേത് കപ്പലിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ബോട്ട് കേട്ടോ. അതാണ് സാധനം. ലൈഫ് ബോട്ട്, ലൈഫ് ബോയോ അങ്ങനെ പറയുന്ന സാധനമില്ല. അത് ടൈറ്റാനിക് കേട്ടിട്ടില്ലേ രക്ഷപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അതേപോലെ തന്നെ കപ്പലിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറി രക്ഷപ്പെടാം. ഇതിന് ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല, ഓൺലി ചെയ്യണം. അയ്യോ, ഇത് ഫ്രണ്ടിൽ പോകാൻ എന്തെങ്കിലും വഴിയുണ്ടാവും, ഞാൻ നോക്കട്ടെ. സി കാരണം കാറ്റായോണ്ടേ സേഫ് അല്ലല്ലോ. ശരിക്കും ഇത് അത്യാവശ്യം നല്ല സ്പീഡിലോട്ടാ പോണേ. കാരണം ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ആ കടൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം എന്ത് സ്പീഡിലായി കപ്പൽ പോകുന്നത് നോക്കി. ഇതിന് എവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചില സമയത്ത് ചിലപ്പം എവിടെയെങ്കിലും അവർ സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയറാൻ പറ്റുമോ? കയറാം, റിസപ്ഷനിൽ കയറാം. ഈ കപ്പൽ രാവിലെ 9 മണിക്ക് തന്നെ ബാരി എത്തും എന്നാണ് അവർ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. പിന്നെ ഇത് രാത്രി പാതിരാത്രിക്ക് 12 മണിക്കോ മറ്റോ ഇഗോമേനിറ്റ്സ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യും. ഇഗോമേനിറ്റ്സ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ബാരിയിലേക്ക് 9 മണിക്കൂർ യാത്രയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവിടെ രാത്രി 12:00 വിട്ട് കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് എത്തും. അവിടെ നിന്ന് 9 മണിക്കൂർ യാത്രയേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ ബാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു സലാഡും അതും ഇതൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ബില്ല് ചെയ്ത് കഴിക്കുന്ന സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, നോക്ക് സൂര്യൻ അസ്തമിക്കുന്ന. നമുക്ക് ഞാൻ ഇവിടുത്തെ മുകളിലത്തെ ഡെക്കിലെത്തി. ഇവിടെ സൂര്യൻ അസ്തമിക്കുന്ന കണ്ടോ, സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച. ഓ മൈ ഗോഡ്, ദാറ്റ് ഈസ് എ റിയലി ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ഒരു രക്ഷയില്ലുള്ള നല്ല ഭംഗിയാണ്. അങ്ങ് ദൂരെ മെഡിറ്ററേനിയൻ സീയിൽ നമ്മളിങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. കൊള്ളാം അല്ലേ? രാവിലെ സൺറൈസ് കാണാനായിട്ട് ഞാൻ എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സംഭവം കൊള്ളാം. അത് ഭയങ്കര ഒരു കിടിലൻ സൺസെറ്റ് വ്യൂ കേട്ടോ. അതൊക്കെ ഇവിടെ ഒരു ഹെലിപാഡൊക്കെ കണ്ടില്ലേ? നോക്കി, ഹെലിപാഡ്. ഈ കപ്പലിൽ എന്തെങ്കിലുമൊക്കെ എമർജൻസി വരികയാണെങ്കിൽ ഹെലിപാഡിൽ വന്ന് ഹെലികോപ്റ്റർ വന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താനും മറ്റൊക്കെ വേണ്ടിയായിരിക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ബാക്കിലെ ആ ഒരു ലോറിയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു ഡെക്കും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ചുറ്റിനും നമുക്ക് മലനിരകൾ കാണാം. ഓ മൈ ഗോഡ്, ദിസ് ഈസ് എ വെരി നൈസ് എക്സ്പീരിയൻസ് മാൻ. ഒരു രക്ഷയില്ലാണോ? ഐ ആം ജസ്റ്റ് എൻജോയിങ് ദിസ്. കാരണം ഞാൻ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയാനായിട്ട് 2 എക്സൈറ്റ്മെൻ്റ് ആണോ. ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ KL to UK യാത്രയിൽ നമ്മുടെ ഫസ്റ്റ് ഫെറി ഷിപ്പിലുള്ള യാത്രയാണ്. ഫെറി ഷിപ്പിലുള്ള നമ്മുടെ ബോർഡർ ക്രോസിങ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ രാശി നിങ്ങൾ മറക്കരുത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് നമ്മുടെ ഫസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് പോയത് എങ്ങനെയാണ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ സർക്കാർ വണ്ടിയിലാണ്. ഭാരത സർക്കാരിൻ്റെ വണ്ടിയിലാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് നമ്മുടെ ഫസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ യാത്ര പോയത്. ആ വീഡിയോ എടുത്ത് നോക്ക്, നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് ഏതൊക്കെ വണ്ടിയിൽ ഏതൊക്കെ രീതിയിൽ ബസ്സിലും ട്രെയിനിലും നടന്നും
ഓക്കെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തു. ഏതൊക്കെ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്തു. ഇപ്പം നമ്മൾ കപ്പലിൽ ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കി കപ്പലിൽ അവർ ലൈക്ക് ഇവിടെ അങ്ങനെ ഇമിഗ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ലൈക്ക് I'm just enjoying this moment. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ ഓവർ എക്സൈറ്റഡ് ആവാം. I'm just enjoying the moment. Just loving the moment. ഒരു സൈഡിൽ അവിടെ സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ വീട്ടിൽ പോയി. സൺസെറ്റ് നടന്നു കഴിഞ്ഞു. ഇപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കിനും നമ്മളിങ്ങനെ കപ്പലിങ്ങനെ അതിവേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ നമുക്ക് മഞ്ഞ് മല വരെ കാണാം. അതായത് മഞ്ഞ് വീണ് കിടക്കുന്ന മല വരെ കാണാം. വേറെന്താ വേണ്ടേ ഇത്ര പറ്റുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അവിടെ ഫ്രണ്ടിൽ കപ്പലിൻ്റെ നാവിഗേഷൻ സിസ്റ്റം ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് റൂമിൽ പോയിരിക്കാം. എനിക്ക് കുറേ പരിപാടി തീർക്കാറുണ്ട്. നമുക്കിനി ഇഷ്ടമുള്ള സമയമുണ്ടല്ലോ. എൻ്റെ പുസ്തകത്തിൻ്റെ കുറേ വർക്കൊക്കെ എനിക്ക് ചെയ്യാം. പിന്നെ എന്താ പറയുക, എന്താ സുഖം. തണുപ്പായിരുന്നു പുറത്ത്. തണുപ്പത്ത് വരുമ്പോൾ ഭയങ്കര സുഖം. അപ്പോൾ ഇനി പിന്നെ രാത്രി കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിക്കാം. വൈകിട്ടായപ്പോഴത്തേക്കിനും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റായി. എനിക്ക് അവരെന്തായാലും നല്ല അടിപൊളി റൂമാട്ടോ തന്നേക്കതേ. കാരണം സൈഡ് വ്യൂവോ വേറെ വ്യൂവോ ഒന്നുമല്ല, എനിക്ക് ഫ്രണ്ട് വ്യൂ റൂമാണ് അവർ തന്നേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നിന്നുള്ള ആ റൂമിൽ നിന്നുള്ള വ്യൂ എങ്ങനെ ഉണ്ടെന്ന് ഞാനിങ്ങനെ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാബിൻ കീ എന്ന് പറയുന്നത്. റൂമിൻ്റെ കീ 6006. നോക്കട്ടെ. യെസ് ഗായ്സ്. അയ്യോ, എങ്ങനെയുണ്ട് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ? വാവ്. ശരിക്കും അവിടെ ടൈറ്റാനിക്കിൽ ജാക്ക് റോസ് നിൽക്കുന്ന പോലെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു. പക്ഷേ ഭയങ്കര കാറ്റുള്ളൊരു സ്ഥലമാണ്. അത് ഒട്ടും സേഫ് അല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടേക്ക് ആൾക്കാരെ വിടാത്തത്. അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഗായ്സ്. എന്തായാലും ഇനിയിപ്പോൾ സൂര്യൻ വീട്ടിൽ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്താ പറയുക, നേരെ ഇരുട്ടും. സോ ബാക്കി നമുക്ക് രാവിലെ കാണാൻ പറ്റുള്ളൂ, ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ട്രെയും മറ്റൊക്കെ എടുക്കുക. വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ കുറേ വൈനൊക്കെ വെച്ചിട്ടുണ്ട്. വൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വൈനൊക്കെ എടുക്കാം. പിന്നെ ഇങ്ങനത്തെ ബിയർ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊക്കക്കോള അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ഫുഡെന്ന് പറയുന്നത് ഫിഷ് ഉണ്ട്, പിന്നെ പോർക്കുണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്, അങ്ങനെ കുറേ ഫുഡൊക്കെ ഉണ്ട്. പാസ്ത കിട്ടും, ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും, അങ്ങനെ പിന്നെ സലാഡ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തു. ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ഒരു സ്പാർക്ലിംഗ് സോഡ വാട്ടർ. ഇതെല്ലാം കൂടെ 20 യൂറോ ആയി. ഈ സാധനം, ഈ സലാഡും ഇതെല്ലാം കൂടെ 20 യൂറോ. കൊല്ലണ റേറ്റ് ആട്ടോ കപ്പലില്. പുറത്ത് അവിടെ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. നമുക്ക് തിരിച്ചു പോകാം. ഇതിനകത്ത് ആരും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആൾക്കാർ കുറവാണ്. ഇപ്പോൾ ഡ്രൈവേഴ്സിൻ്റെ ലോഞ്ചിൻ്റെ അവിടെ കുറേ ആളുകൾ ഇപ്പോൾ അവരവിടെ വന്നിരിപ്പുണ്ട്. പിന്നെ എനിക്കൊന്ന് പല ആൾക്കാരും പല വഴിക്ക് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല ഈ ഫെറി ഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. ഇത് യൂഷ്വലി സീസൺ സമയത്ത് ഫുള്ളായിരിക്കും. നമ്മൾ ട്രിപ്പ് ഇതിനു മുമ്പ് പോയിട്ടുണ്ടല്ലോ. നമ്മൾ പണ്ട് മോട്ടോർ ഹോം വെച്ചിട്ട് നമ്മൾ വിൻ്റർ എക്സ്പെഡീഷൻ UK ചെയ്ത സമയത്ത് നമ്മൾ 2-3 തവണ ഇതുപോലത്തെ ഫെറിയിൽ നമ്മൾ ആ വണ്ടി കയറ്റിക്കൊണ്ട് പോയതാണ്. ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്തൊക്കെ. സമയം ഇപ്പോൾ രാത്രി 8 മണി ആയതേ ഉള്ളൂ. ഞാൻ എന്നാ ചെയ്യുക? ഇതിനകത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. AC ഇട്ടിരിക്കുന്ന പോലെ തണുപ്പ്. എന്ത് ചെയ്യും? കുറേ നേരം കുറേ പണിയൊക്കെ ഉണ്ട്. ആ പണിയെല്ലാം ചെയ്ത് തീർക്കാം. പിന്നെ നാളത്തെ പരിപാടികൾ പ്ലാൻ ചെയ്യാം. അടുത്ത ദിവസം എവിടെയൊക്കെ പോകണം എന്നൊക്കെ ഉള്ളത് പ്ലാൻ ചെയ്യാം അല്ലേ. സോറി ഗേസ്, ഞാൻ ക്യാമറ പിടിച്ചത് ശരിയായില്ലായിരുന്നു. ആ സാരമില്ല, പോട്ടെ. ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ. കപ്പലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആടുന്നുണ്ട്. ചെറിയൊരാട്ടം, ചെറിയൊരു ജർക്ക് ഫീൽ. ചില സമയത്ത് ചെറിയൊരു ജർക്ക് ഫീൽ ചെയ്യും. വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും സുഖമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. പല്ലൊക്കെ തേച്ചിട്ട് ഒന്ന് ഉറങ്ങാല്ലേ? എന്താ കപ്പൽ സ്വന്തം ബാത്റൂമും. ഇതിനകത്ത് ഭയങ്കര തണുപ്പാണ് ഗൈസ്. തണുപ്പെന്ന് പറഞ്ഞാൽ അസാധ്യ തണുപ്പാണ്. കുറച്ചുകൂടി കിടക്കണം. എനിക്ക് ഈ ഫാൻ എന്താണ് ഇങ്ങനെ, ഫാനാണോ എന്താ സംഭവം അറിയത്തില്ല. ഇത് നോക്കി, അതിങ്ങനെ ഞാൻ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു സൗണ്ട് വരുന്നുണ്ട്. ഇത് കണ്ട സംഭവം, ഇത് കണ്ട, ഇത് തണുത്ത കാറ്റാണ് വരുന്നത് ഇതിനകത്തുനിന്ന്. ഞാനിങ്ങനെ ചെറിയൊരു സൗണ്ട് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഒരു ശബ്ദവും ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു സൗണ്ട് നല്ലതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയൊരു സൗണ്ട് ഇങ്ങനെ രാത്രി കേട്ടോണ്ടിരിക്കാൻ. പുറത്ത് നോക്കാന്ന് വെച്ചാൽ ഒന്നുമില്ല. കാരണം ഇങ്ങനെ രാത്രി ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഒന്നും കാണാനുമില്ല. സോ നമുക്ക് കിടന്നുറങ്ങാം, രാവിലെ കാണാൻ ബാക്കി അല്ലേ. ഓക്കെ, ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് നേരം വെളുത്തെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് ഓപ്പൺ ദ വിൻഡോ ആൻഡ് സീ വാട്ട് ഈസ് ഹാപ്പനിങ്. വി ആർ സ്റ്റിൽ സെയിലിംഗ്. ഓക്കെ, അടിപൊളി. എനിക്ക് തോന്നുന്നു നമ്മൾ എത്താറായെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ സമയം ഇപ്പോൾ 7:30 മണിയായി. 9 മണിക്കാണ് നമ്മൾ എത്തേണ്ടത്. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ദൂരെ കരയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇറ്റലി കാണാം. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. എനിക്ക് മാൾട്ടയ്ക്ക് പോകാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം. പൊസാലോ എന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ നിന്നാണ് മാൾട്ടയ്ക്ക് മാൾ ഫെറി കിട്ടുന്നത്. അത് ജസ്റ്റ് 1.5 മണിക്കൂറേ ഉള്ളൂ. ദിവസം 2 ഫെറി ഉണ്ട് അവിടെ നിന്ന്. ഇന്ന് രാവിലെയും വൈകിട്ടുമാണ്. അതെനിക്ക് കിട്ടൂല ഇന്ന്. കാരണം ഇവിടെ നിന്ന് ആ പൊസാലോ വരെ എത്താനായിട്ട് ട്രെയിനിനെടുത്ത് പോയാൽ പോലും ബസ് എടുത്ത് പോയാലും ഒരു 10-15 മണിക്കൂർ യാത്രയുണ്ട്. ഇറ്റലിയുടെ മേളിൽ നിന്ന് താഴെ വരെ പോകണം. അതേ ദൂരം തിരിച്ചു വരികയും വേണം. മാൾട്ടേ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് സമയം രാവിലെ 8 മണിയായി. ഞാൻ രാവിലെ കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് 30 മിനിറ്റ്സും കൂടെ ഓപ്പൺ ആയിരിക്കും എന്നുള്ളത്. സോ ദാറ്റ് മീൻസ് 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇങ്ങനെ സെയിലിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിൽ നമ്മുടെ കപ്പൽ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടെ തിരക്കൊന്നുമില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ അവിടെയൊക്കെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവരുടെയൊക്കെ സോഫയിലൊക്കെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. 10 യൂറോയുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത്. 2 മുട്ടയും കിഴങ്ങ് പുഴുങ്ങിയതും പിന്നെ ഒരു ക്രൊസോണ്ടും ഒരു ചായയും. 10 യൂറോ ഗൈസ്, 10 യൂറോ. നമ്മൾ ഇന്നലെ കപ്പലിന്റെ മുമ്പിലല്ലേ സൺസെറ്റ് കണ്ടത്. ഇന്നലെ സൺറൈസ് നമുക്കിവിടെ കപ്പലിന്റെ ബാക്ക് സൈഡിൽ കാണാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ദിശയിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാം. എന്തായാലും രാവിലെ അനൗൺസ്മെന്റ് മുഴങ്ങുന്നുണ്ട്. 30 മിനിറ്റ്സിൽ നമ്മൾ ബാരി പോർട്ടിലെത്തും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ലോഞ്ചിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്. വണ്ടിക്കാർക്കൊന്നും വണ്ടിയിൽ പോകാൻ പറ്റില്ല കേട്ടോ. ഇവർക്കാർക്കും വണ്ടിയിൽ പോയി കിടന്ന് ഉറങ്ങാനൊന്നും പറ്റൊന്നുമില്ല. കാരണം സുരക്ഷാ കാരണങ്ങളാൽ കപ്പലിൽ ഉള്ള ആൾക്കാർ വണ്ടിയിൽ പോകാൻ പാടില്ല. വണ്ടി പാർക്ക് ചെയ്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ കപ്പല് തീരെ തടുത്തതിന് ശേഷം മാത്രമേ ആ ഡെക്കിലേക്ക് ആളുകൾക്ക് തന്നെ പ്രവേശനമുള്ളൂ. കപ്പലിലെ ഹൗസ് കീപ്പിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കാരണം അവർക്ക് റൂമൊക്കെ ക്ലിയർ ചെയ്യണ്ടേ. കാരണം ഈ കപ്പലിങ്ങനെ നിർത്താതെ ഓടുമായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ തിരിച്ചോടണ്ടേ. അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. സോ ഇറ്റ്സ് ടൈം ടു ലീവ്. ഈ റൂമിനോട് ഇവിടെ പറയാൻ സമയമായി. എന്നാലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അടിപൊളി ഒരു മുറിയായിരുന്നു. കുഞ്ഞു മുറിയായിരുന്നുണ്ടെങ്കിലും ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഒരു കാർഗോ ഷിപ്പിൽ ഇതുപോലെ റൂം എടുത്ത് കിടന്ന് ഉറങ്ങുന്നത്. കാരണം ഇത് ഭയങ്കര കൺവീനിയൻ്റ് അല്ലേ. ആലോചിച്ച് എന്ത് സുഖമായിരുന്നു. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഇവിടെ ഫുള്ള് ഹൗസ് കീപ്പിംഗ് പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ പല ടൈപ്പ് റൂമുകളുണ്ട് കേട്ടോ. ട്വിൻ റൂംസ്, പിന്നെ വ്യൂ ഇല്ലാത്ത റൂം, വ്യൂ ഉള്ള റൂം. വ്യൂ ഇല്ലാത്ത റൂമിന് റേറ്റ് കുറവായിരിക്കും. വ്യൂ ഉള്ള റൂമിനാണ് റേറ്റ് കൂടുതൽ. ഇതുണ്ട്, ഇത് ട്വിൻ റൂംസ് ഉണ്ടോ. ഒക്കെ സൈഡ് വ്യൂ ഉള്ള മുറികളായിരിക്കും. എല്ലാം ബാൽക്കണി ഒന്നുമില്ല, അല്ലാത്ത ടൈപ്പാണ് മൊത്തത്തിൽ. എന്തായാലും എല്ലാ റൂമും ഫുള്ളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ല. ഇനി ഇവിടെ കപ്പൽ എത്തുന്നതും കാത്ത് ഇവിടെ ഇരിക്കണം. ഇപ്പോൾ എത്തും. അങ്ങനെ നമ്മുടെ കപ്പൽ ഇറ്റലിയുടെ തീരത്തേക്ക് അടുത്തിരിക്കുകയാണ്. ഇത് ഇവിടെ മറ്റേ സീകളിലൊക്കെ ഇഷ്ടം പോലെ പറന്ന് നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ ഫുള്ള് പതയുന്നവരെയൊക്കെയാണല്ലോ. നമ്മളിപ്പോൾ ശരിക്കും നമ്മുടെ മെഡിറ്ററേനിയൻ സീയുടെ ഭാഗമായിട്ടുള്ള ആഡ്രിയാറ്റിക് സീ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ ഗ്രീസിൽ നിന്ന് ഇറ്റലിയിലേക്ക് വന്നത്. അപ്പോൾ ആഡ്രിയാറ്റിക് സീ ഭാഗത്തെ ഒരു വലിയൊരു പോർട്ട് സിറ്റിയാണ് ബാരി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം. ഈ മെഡിറ്ററേനിയൻ സീനെ അറേബ്യൻ സീയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. നമ്മൾ ഈജിപ്തിലുള്ള സൂയസ് കനാൽ. ഷിപ്പ് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ പുറത്ത് ഇറങ്ങാനായിട്ട് ഇങ്ങനെ മുട്ടിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങാനായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഏകദേശം 1/2 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു. ഇതുവരെ അവരുടെ ആങ്കറിങ് പ്രോസസ്സ് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. വി ആർ വെയിറ്റിംഗ് ഹിയർ. ഇവരിവിടെ വണ്ടി ഹോൾട്ട് ചെയ്തിട്ട് 1/2 മണിക്കൂറിന് മേലെയായി. എനിക്കിവിടെ നിന്ന് 9:50 ഒരു കണക്റ്റിംഗ് ട്രെയിൻ ഉണ്ടായിരുന്നതാണ്. അത് മിസ്സാവും. ഇവിടെ നിന്ന് കുറേ ദൂരമുണ്ട് മാൾട്ട പോകാനായിട്ട്. അടുത്ത ഫെറി കയറണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇറ്റലിയിലൂടെ നമുക്ക് മേളിൽ നിന്ന് താഴെ വരെ സഞ്ചരിക്കണം എന്നുള്ളൊരവസ്ഥയാണ്. തുറന്നെന്ന് തോന്നുന്നു. യെസ്, കമോൺ ലെറ്റ്സ് ഗോ. ഇത് തുറന്നില്ല കേട്ടോ. നേരെയുള്ള വെയിറ്റിംഗ് ആണ്. തുറന്നു. അത് ശരി. ഇറങ്ങിപ്പോകാൻ നേരം ഒന്നും ഇല്ലല്ലേ. കയറി വരാൻ നേരം മാത്രമേ ഉള്ളൂ അല്ലേ. ഇറങ്ങിപ്പോകാൻ നേരം വേണേ മട്ടാണല്ലോ. ഇത്രയും കാശും കൊടുത്ത് കപ്പലിൽ കയറിയിട്ടേ ഭയങ്കര ഓവർ റേറ്റഡ് സാധനമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും പൈസ ഒന്നും കൊടുത്ത് യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ, ഇവിടെ ബസ്സൊന്നും ഇല്ലേ പോകാനായിട്ട്. എങ്ങനെയാണോ പോകേണ്ടത് ആർക്കറിയാം. അങ്ങനെ ഇതാണ് നമ്മുടെ കപ്പൽ സൂപ്പർ ഫാസ്റ്റ് വൺ. ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു പെഡസ്ട്രിയൻ പാസഞ്ചർ. ബാക്കി എല്ലാവരും വണ്ടിയിൽ വരുന്ന ആൾക്കാരാണ് കേട്ടോ. ദൈവമേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യുക. ഇത് പല പല ഡെക്കിൽ നിന്ന് ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരുന്നതുണ്ടോ. നൈസ്. അങ്ങനെ ഗുഡ് ബൈ കപ്പൽ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും
ഇത് യമണ്ടൻ കപ്പലാട്ടോ, രക്ഷയില്ലേ. എന്തല്ലേ ഇത്? Is there a bus stop here? Bus? Bus? Yeah. Bus for? Bus stop. Where are you going? I want to go to railway station. Not here. ഈ കപ്പലിലെ ഏക ഫുഡ് പാസഞ്ചർ, അതായത് കാൽനട യാത്രക്കാരൻ ഞാനായിരുന്നു. എൻ്റെ പൊന്നു, എന്തൊന്നിട ഇത്. ഇവിടെ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ വേറെ ഇമിഗ്രേഷൻ നടപടികളോ അല്ലെങ്കിൽ കസ്റ്റംസ് ചെക്കോ പരിശോധനയോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ പാസ്പോർട്ട് പരിശോധിച്ചിട്ടാണ് നമ്മൾ വിട്ടത്. അത് ഇമിഗ്രേഷൻ ആയിരുന്നില്ല, ജസ്റ്റ് ഒരു പാസ്പോർട്ട് പരിശോധന മാത്രമായിരുന്നു. കാരണം ഇത് രണ്ടും ഷെങ്കൻ രാജ്യങ്ങളാണ്. സോ വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനകത്തെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ കപ്പലിൽ. ഇനി ഞാനിവിടെ നിന്ന് എങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയത്തില്ല, ആകെ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. നോക്കട്ടെ, ഇവിടെ ബസ് കിട്ടും എന്നവർ പറഞ്ഞു അവിടെ ചോദിച്ചപ്പോഴത്തേക്കിനും. ബസ് കിട്ടുകയാണെങ്കിൽ നല്ലത്. എന്തായാലും ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു. KLTUK യാത്രയിൽ നമ്മൾ ഒരു ഓവർ നൈറ്റ് ഒരു കപ്പലിൽ നമ്മൾ യാത്ര ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് വന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കാശ് മുടങ്ങി വന്നത്. 25,000 രൂപയാണ് ഫുഡ് അടക്കാൻ കൊടുത്തത്. അതിനകത്ത് ഇച്ചിരി കൊല്ലലായിരുന്നു, പക്ഷെ എന്നാലും അത് ഇറ്റ്സ് എ വർത്ത് എക്സ്പീരിയൻസ്. വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലേ, ഇനി ഇപ്പോഴേലും ഇതേപോലെ വരാൻ പോകുന്നു ഇല്ലല്ലോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫർദർ ഇറ്റലിയിലൂടെ നമ്മൾ കുറേ യാത്ര ചെയ്യണം, എന്നാലേ നമുക്ക് മാൾട്ടയ്ക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ബാക്കി കാഴ്ചകൾ നാളെ കാണിച്ചു തരാം. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കട്ടെ. ഓക്കെ, ഇവിടെ കുറേ കപ്പലുകൾ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. See you guys tomorrow. Bye bye.